ഗംഭീരമായ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആരംഭിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ആഘോഷത്തിന് സാക്ഷിയാവാൻ മാതൃഭൂമി ന്യൂസ് സംഘവും അവിടെയുണ്ട്. നമ്മുടെ പ്രതിനിധികളായ 2 പേർ, ശ്യാം പ്രസാദ് ഉത്തമനും രാഗിനും അവിടെ ഉണ്ട്. ശ്യാം പ്രസാദ്, രാഗിൻ, അത്തച്ചമയ ഘോഷയാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വിശദമായി കിടക്കാം. അതിനു മുൻപ് എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അന്തരീക്ഷം എന്നൊന്ന് ചുരുക്കി പറഞ്ഞ ശേഷം നമുക്ക് മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടന്നാലോ. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് അത്തം നഗർ ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനിയൊരു 10 ദിവസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷത്തിൻ്റെതാണ്. വളരെ ഗൃഹാതുരത്വം ഉള്ള ഒരു ഓർമ്മകളിലേക്ക് നമ്മളൊക്കെ എത്തുകയാണ്. അങ്ങനെ ആ ഓണക്കാഴ്ചകളിലേക്ക് നമുക്ക് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശദമായിട്ട് വരാം. എന്തായാലും അത്തം നഗർ ഫുൾ സെറ്റാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 9:30 മണിയോടുകൂടി ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും. ശരി രാഗിന്, ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്? ഒന്ന് കളർഫുൾ ആക്കി അവിടുത്തെ അന്തരീക്ഷം പ്രേക്ഷകർക്ക് കൂടി ഒന്ന് അവതരിപ്പിക്കും. തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ നടക്കുന്ന ഇടങ്ങളിലാണ്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, വിവിധങ്ങളായിട്ടുള്ള പുലികൾ തൊട്ടപ്പുറത്തുണ്ടായിട്ട് ഇപ്പുറത്തായിട്ട് ഈ പാളയിലും അതോടൊപ്പം തന്നെ കുരുത്തോലയിലും ഒരുക്കിയിരിക്കുന്ന വിവിധങ്ങളായ ദൃശ്യങ്ങൾ, അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങളും അങ്ങനെ നയനമനോഹരമായ ഒരുപാട് കാഴ്ചകളും ഒക്കെയുണ്ട്. ഈ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് വരാൻ കഴിയും, കാരണം നിരവധിയായിട്ടുള്ള കലാകാരന്മാരുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് വേറെയുമുണ്ട് ഒരുപാട് കലാകാരന്മാർ. കുരുത്തോല കൊണ്ട് ഓരോ ദൃശ്യങ്ങൾ, അതായത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ കുരുത്തോലയിലും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന ഇത് ഈ പാളയിലും കുരുത്തോലയിലും ഒക്കെ നിർമ്മിച്ച തെയ്യക്കോലങ്ങളൊക്കെയാണ്. അപ്പോൾ വിവിധങ്ങളായ കോലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ടാബ്ലോയിഡുകളും ഒരുപാട് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വിശദമായി തന്നെ നമുക്കറിയാൻ പറ്റും.